എട്ടാമത് സംസ്ഥാന CBSE തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ സമാപനം. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ തലശ്ശേരി മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂളിനെ മികച്ച സ്കൂളായി തിരഞ്ഞെടുത്തു. മാങ്ങാട്ടുപറമ്പ് എട്ടാമത് സംസ്ഥാന CBSE തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിന് സമാപനം. തലശ്ശേരി മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂൾ ഫസ്റ്റ് ബെസ്റ്റ് സ്കൂൾ സ്ഥാനത്തെത്തി. കാസർഗോഡ് ചിന്മയ വിദ്യാലയ സെക്കൻഡ് ബെസ്റ്റ് സ്കൂളായും തലശ്ശേരി അമൃത വിദ്യാലയ തേർഡ് ബെസ്റ്റ് സ്കൂളായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 7-8 തീയതികളിലായി മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ സർവകലാശാല ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരം നടന്നു. 14 ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 1000-ലധികം വിദ്യാർത്ഥികൾ കിഡ്ഡീസ്, സബ് ജൂനിയർ, കേഡറ്റ്, ജൂനിയർ, സീനിയർ ആൺപെൺ വിഭാഗത്തിലെ മത്സരത്തിൽ പങ്കെടുത്തു. ആന്തൂർ നഗരസഭ അധ്യക്ഷ വി സതീദേവി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുവെ കായിക മത്സരങ്ങൾ വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമതയും ആത്മവിശ്വാസവും വളർത്തുന്നതിന് വേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ഒളിമ്പിക് മത്സര ഇനം കൂടിയാണ് തായ്ക്കൊണ്ടോ മത്സരം എന്നതായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നല്ല രീതിയിൽ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ആയോധന കല കൂടിയാണ്. പൊതുവെ ഗവൺമെൻറ് സിലബസിലുള്ള കുട്ടികൾക്കാണ് ഇതിൽ പങ്കെടുക്കുന്നതിന് അവസരം ലഭിക്കാറുള്ളത് എന്നുണ്ട്. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ മുഖ്യാതിഥിയായി. അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി അവരുടെ ശരീരഭാഷയും മാനസിക പ്രവർത്തനങ്ങളിലെല്ലാം പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയുന്നതാണ്, കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അതുകൊണ്ട് കേവലമായ വിജയ പരാജയങ്ങൾ മാത്രമല്ല, തൈക്കൊണ്ടോ പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികളിൽ ഒരു പുത്തൻ ഉണർവുള്ള നല്ലൊരു ഭാഗ്യമായിട്ട് നല്ല കഴിവുള്ള ഉന്നതമായ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നതിന്റെ യാഥാർത്ഥ്യമാണ് തിരിച്ചറിയണം. M ദിവാകരൻ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം ഡോക്ടർ PP ബിനീഷ്, തൈക്കാണ്ടോ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി V രതീഷ്, തൈക്കാണ്ടോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം B അജി, സംസ്ഥാന ട്രഷറർ M മുഹമ്മദ് അബ്ദുൾ നാസർ, കണ്ണൂർ സർവകലാശാല കായിക വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KV അനൂപ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ രാധാകൃഷ്ണൻ, ടെക്നിക്കൽ ചെയർമാൻ PC ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു.